ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധമായ ഖുർആനിലൂടെ സഹാബത്തെന്ന രക്തസാക്ഷികൾ കൊടുത്ത വാഗ്ദാനമേറാ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനിന്റെയും ജർമ്മനിയുടെയും സാങ്കേതിക വിദ്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സഖ്യകക്ഷികളുടെ പടയാളികൾ മുഴുവനും ഈ ആമ്പാത്തുകളെ പോലെ കത്തിക്കറിഞ്ഞ് ചാമ്പലായപ്പോ രണ്ടാം മഹായുദ്ധത്തിന്റെ നായകനായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു പ്രഖ്യാപനം ലോകചരിത്രത്തിന്റെ സുവർണരേഖകൾ ഇന്നും അതേപോലെ കാണുന്നുണ്ട്. ജപ്പാനിന്റെയും ജർമ്മനിയുടെയും ആക്രമണത്തിന് മുമ്പിൽ സഖ്യകക്ഷികളുടെ പട്ടാളക്കാർ നിൽക്കാൻ കഴിയാതെ തകർന്ന തെരിപ്പണമായി ശരീരങ്ങളെ ഛിന്ന ഭിന്നമായി ചെതറിത്തെറിച്ചപ്പോ ആ സമയത്തവരെ ഉത്തേജിതരാക്കി രണാങ്കണത്തിലേക്ക് പറഞ്ഞുവിടാൻ സാക്ഷാൽ ഉരുക്ക് പ്രധാനമന്ത്രി എന്ന പരിണാമത്തിൽ ലോകചരിത്രത്തിൽ അറിയപ്പെട്ട വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞതെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ രണാങ്കണത്തിന്റെ പടക്കോപ്പുകളുടെ മുമ്പിലേക്ക് നെഞ്ചു വിരിച്ചുകൊണ്ടിറങ്ങിപ്പോകുമ്പോ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വാഗ്ദാനം ചെയ്യാൻ ഒന്നുമില്ല. വേർപ്പും കണ്ണുനീരുമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ എനിക്ക് കഴിയില്ലെന്ന് നിസ്സഹായനായി രണ്ടാം ലോകമഹായുദ്ധത്തിൽ തന്റെ തകർന്നടിഞ്ഞു പോയ സഖ്യകക്ഷികളുടെ പടയണിയോട് പറയേണ്ടി വന്ന വിൻസ്റ്റൺ ചർച്ചിൽ യുദ്ധത്തിന്റെ പരാജയത്തെ മുന്നിൽ കാണുമ്പോ വേർപ്പും കണ്ണുനീരുമല്ലാതെ മറ്റൊന്നും എനിക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയില്ലെന്ന് പറയുമ്പോഴാ ലോകത്തിലെ ഏറ്റവും വലിയ നിപുണനായ യുദ്ധതന്ത്രത്തിന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക. മലവെള്ളപ്പാച്ചില് പോലെ വന്നുപോയ തങ്ങളുടെ പ്രിയപ്പെട്ട എതിരാളികളുടെ മുമ്പ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ സഹാബത്തിന്റെ അങ്കുലീപരിതമായ ന്യൂനപക്ഷം പ്രതിരോധത്തിന്റെ പുൽനാമ്പുകളുടെ നടുവിൽ തട്ട് തകർന്നു പോകുമ്പോ ആ സമയത്ത് നെഹാവന്തി യുദ്ധത്തിലടക്കമുള്ള ആനപ്പടയുടെ മുമ്പ് തകർന്നുപോയ തന്റെ പ്രിയപ്പെട്ട 6-ാം നൂറ്റാണ്ടിലെ സഹാബത്തിനോട് ഒട്ടകമാണ് കരയിലെ ഏറ്റവും വലിയ മൃഗമെന്ന് തെറ്റിദ്ധരിച്ചു പോയ സഹാബത്തിനോട് ഖന്തക്കിന്റെയും ഖൈബറിന്റെയും അഹ്സാബിന്റെയും ഹുനൈനിന്റെയും ബദറിന്റെയും രണാങ്കണത്തിൽ സർവായുധ വിഭൂഷിതനായ എതിരാളികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിൽക്കുന്ന സഹാബത്തിനോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മോഹനമായ ഒരു വാഗ്ദാനമേടാ. ആ വാഗ്ദാനമാണ് ലോകചരിത്രത്തിന്റെ യുദ്ധപ്പറമ്പുകളിൽ മുടങ്ങിക്കേട്ട സമാനതകളില്ലാത്ത തുല്യതയില്ലാത്ത പ്രഖ്യാപനം പോലെ എന്റെ പ്രിയപ്പെട്ട സഹാബാ, ഇതേവരെ ഗോത്രങ്ങളുടെ നേതാക്കന്മാരായി പരസ്പരം നിങ്ങൾ പോരാടി ജയിക്കുമ്പോ ആ സമയത്ത് പോരാടി ജയിച്ച് തോൽപ്പിച്ച ഗോത്രത്തിന്റെ സ്വർണ്ണ ഭണ്ഡാരങ്ങളും തോറ്റുപോയ പട്ടാളക്കാരന്റെ സുന്ദരികളായ ഭാര്യമാര് നിങ്ങളുടെ കിടപ്പറയിൽ വരുമായിരുന്നുവെങ്കിൽ ആ ഗോത്രത്തിന്റെ വൈരത്തിന്റെ കഥ മറന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരമപ്രധാനമായ സത്യസാക്ഷ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ രണാങ്കണത്തിൽ നിങ്ങൾ പോരാടുമ്പോ ആ സമയത്ത് നിങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം ഈ കലിമത്തല്ലാഹു ഹിയൽ ഉലിയാ, ലോകാവസാനം വരെ അല്ലാഹുവിന്റെ നാമം ഈ ലോകത്തിന്റെ ചക്രവാളത്തിൽ ഉയർന്നു കേൾക്കാൻ നിങ്ങൾ ഈ പടപ്പറമ്പിൽ വന്ന് നിങ്ങളെക്കാൾ 4 ഇരട്ടിയുള്ള ഭൂരിപക്ഷത്തോട് പോരാടുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വാഗ്ദാനമെന്ന് മാത്രമാ. എന്നെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ചെറുപ്പക്കാരോട്, രക്തസാക്ഷികളായ ബദറിന്റെ രണാങ്കണത്തിന്റെ രക്തസാക്ഷികൾ അന്തത്തിൽ ഖറാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള അമ്മാർ ഇബ്നു യാസിർ അടക്കമുള്ള ഹുനൈൻ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ലോകചരിത്രത്തിന്റെ നിശ്ചലമായ ചരിത്രത്തിന്റെ രചനരേഖകൾ ലോക സമൂഹത്തിന് വർത്തമാനകാലത്ത് കൊടുത്തുപോയ ലോകാവസാനം വരെ വരുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ സിരകളിലൂടെ വിപ്ലവത്തിന്റെ പുൽനാമ്പുകൾക്ക് തീപിടിപ്പിച്ച ലോക ചരിത്രത്തിന്റെ രക്തസാക്ഷികളുടെ പരമ്പരയുണ്ടായ ഏത് വാഗ്ദാനത്തിന് മുമ്പിലെന്നറിയോ? തങ്ങളുടെ ഭാര്യമാരോട് കെട്ടിപ്പിടിച്ചുകൊണ്ട് മണിയരുടെ രാത്രിയിൽ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോ തൊട്ടടുത്ത് കിടക്കുന്ന സുന്ദരി പെണ്ണിനെ തന്റെ ശരീരത്തിന്റെ നെഞ്ചിൽ നിന്ന് തട്ടിമാറ്റിയിട്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ രണാങ്കണത്തിലെ കൂരിപ്പിടിച്ച വാളുമായി ഇറങ്ങിയിട്ടുണ്ട്. കഷണമായി വെട്ടിമുറിക്കപ്പെട്ട് ആ വെട്ടിമുറിക്കപ്പെട്ട രണാങ്കണത്തിൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ബഹുമാനപ്പെട്ട ഹൻസല റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സഹാബത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ പുറകിലെ പ്രചോദനമേടാ.
അന്ന് രണാങ്കണത്തിൽ കൊല്ലപ്പെട്ടു പോയാൽ ഇന്നത്തെ നിരഞ്ജൻ കുമാർ കൊല്ലപ്പെട്ടപ്പോ നമ്മുടെ സദസ് അദ്ദേഹത്തിന് ആദരാജ്ഞ പട്ടാണ് എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അതല്ലേ യാ റസൂലല്ലാഹ്, ബദർ യുദ്ധം തുടങ്ങുമ്പോ ഈ യുദ്ധക്കളത്തിൽ വെച്ചൊരാൾ ഷഹീദായാൽ അവന് സ്വർഗമുറപ്പാണെന്ന് പറഞ്ഞതാ. പക്ഷെ ഉബൈദാക്ക് യുദ്ധക്കളത്തിൽ വെച്ച് ഷഹീദാവാൻ കഴിഞ്ഞില്ല. കൈകാലികൾക്ക് പരിക്കേറ്റിട്ട് പട്ടാള ക്യാമ്പിൽ കിടക്കുമ്പോ ഇവിടെ കിടന്നിപ്പോ ഉബൈദ മരിച്ച എനിക്കാ സ്വർഗം കിട്ടുമോ നബിയേ? ജിഹാദിന്റെ രണഭൂമിയിൽ മരിക്കാറ് അവിടെ നിന്ന് മാറി പരിക്കേറ്റിട്ട് യുദ്ധം നടന്ന രാത്രിയിൽ മരിച്ചാൽ എനിക്ക് ജിഹാദിന്റെ ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമോ യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ച ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങളെ തന്റെ വദനകമുഖത്തിന് പൊതിഞ്ഞടങ്ങിയ മന്ദസ്മിതം പൂകി, ഉബൈദ നിനക്ക് സ്വർഗമുറപ്പാ. ഇത് കേൾക്കേണ്ട താമസം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗ്ലീഷ് അക്ഷരമാലകൾ മാറിപ്പോകുമ്പോ അവൻ പിടിച്ചുകൊണ്ട് നടന്നുപോയ കൊടിയുടെ നിറം മാറിപ്പോയപ്പോ പാവപ്പെട്ടവന് പാതിരാത്രിയിൽ അവൻ കിടന്നുറങ്ങുന്ന ചെറ്റക്കൂരയുടെ ഉള്ളിൽ കയറി തൊട്ടിലെ കിടക്കുന്നവന്റെ മകനെ എടുത്തിട്ട് കാലിൽ പിടിച്ച് കരിങ്കല്ലിലെ തറയിലടിച്ച് അരുതേന്ന് വിളിക്കുന്നവന്റെ കൈവെട്ടിയെടുത്തിട്ടവന് സിന്ദാബാദ് വിളിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിമരത്തിൽ കെട്ടിത്തൂക്കിയിടുന്ന അഭിനവകാല രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ചരിത്രത്തില് നേതാവ് ചൂണ്ടിക്കാണിച്ചവന്റെ പൊള്ളയിലേക്ക് പിച്ചാത്തിപ്പിടി കുത്തിക്കയറ്റുന്ന ലോകത്തിന്റെ കലാപത്തിന്റെ കാലുഷ്യത്തിന്റെ വൈതരണികളെ തീറ്റ ഈ പകയുടെ ലോകത്തിൽ നിന്ന് പറയോ കൈകാലുകളെ വെട്ടിമുറിക്കപ്പെട്ടത് രാഷ്ട്രീയത്തിന്റെ പേരിലല്ല, പ്രസ്ഥാനത്തിന്റെ പേരിലല്ല, പിന്നെയോ പടിഞ്ഞാറ് നിന്ന് സൂര്യകോളം ഉദിക്കുന്നത് വരെ അല്ലാഹുവിന്റെ നാമമേ ലോകത്ത് നിലനിൽക്കണം എന്ന ഒരേ ഒരു ഹൃദയത്തിന്റെ അഭിലാഷം കൊണ്ട് രക്തസാക്ഷിയാവാൻ കൊതിച്ചവനോട് ലോകത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ വിശാലത്തിന്റെ മടിത്തട്ടിൽ കിടന്ന് വഫാത്താകുമ്പോ ഉബൈദ നിനക്ക് സ്വർഗമുറപ്പാ. പിന്നെ കൈകാല് മുറിഞ്ഞ വേദന അറിയില്ല, തലം തല്ലിയാത്ത രക്തത്തിന് നിറമറിയില്ല. ഹബീബായ നബി തങ്ങളുടെ മടിത്തട്ടിൽ നിന്നുകൊണ്ട് പൊട്ടിച്ചിരിച്ചിട്ട് നബിയേ അങ്ങയുടെ ഈ വാക്ക് കേട്ടാൽ ഇനി എന്റെ ഹൃദയത്തിന് എന്റെ ശരീരത്തിന് വേദനയില്ല നബിയേ, രക്തസാക്ഷിക്ക് വേദനയില്ല, അവന്റെ കാല് മുറിക്കപ്പെട്ടാൽ വേദനയില്ല, അവന്റെ കൈ ചേടിക്കപ്പെട്ടാൽ അവന് വേദനയില്ല, അവന്റെ കുടൽമാലകളെ ചങ്ക് പിളന്നിട്ട് വയറ് പിളന്നിട്ട് വെളിയിലേക്കിറങ്ങി ചവച്ചെടുപ്പിയാലും രക്തസാക്ഷിക്ക് വേദനയില്ല. കാരണമെന്താ? അവന്റെ അവസാനത്തെ സ്വപ്നം പൂർത്തീകരിക്കുന്ന സമയമാണത്. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ഉടമയാണ് കേട്ടപ്പോ ഉബൈദ റളിയല്ലാഹു തആല പറഞ്ഞതാണ് നബിയേ വയ്യക്കത്തൂരിജിലി ഫഇന്നീ മുസ്ലിമൂ വഅർജൂ ബിഹി ഐശൻ മിനല്ലാഹി അലിയാ وألبسني الرحمن من فضل منه لباسا من الإسلام حتى مساويا നബിയേ വയ്യക്കത്തൂരിജിലി. എന്താണ് രക്തസാക്ഷിത്വം എന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ സിരകളെ ലഹരി പിടിക്കുന്ന നിങ്ങളുടെ രക്തങ്ങളെ ചൂടുപിടിപ്പിക്കുന്ന ഒരു വിപ്ലവത്തിന്റെ വാക്ക് ഞാൻ പറയല്ല. പക്ഷേ രക്തസാക്ഷി എന്ന ചരിത്രത്തിലെ അജയ്യമായ നാമം പേറിയ ലോകത്തിന്റെ വിഭാഗത്തെ പരിചയപ്പെടുത്തുമ്പോ അവരാരാന്നറിയ നബിയേ വയ്യക്കത്തൂരിജിലി. എന്റെ ഈ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല. വൈന്നീയ മുസ്ലിമോ, ഞാൻ മുസ്ലിമാ, ഞാൻ മുസ്ലിമാ, ഞാൻ മുസ്ലിമാ. ഇസ്ലാമിന് വേണ്ടിയാണ് എന്റെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടത്. അതുകൊണ്ട് നബിയേ കടിച്ചു തൂങ്ങിപ്പിടക്കുന്ന കൈകാലുകൾ കാണിച്ചിട്ട് വൽബസനിയ റഹ്മാനു മിൻ ഫളിൽ മന്നിഹി ലിബാസൻ മിനൽ ഇസ്ലാമി ഹത്താ മസാവിയാ. ഇതിനു പകരം നാളെ പടച്ചറപ്പനിക്ക് സ്വർഗത്തിന്റെ പുടവകളെ ധരിപ്പിച്ചുണ്ട് അവന്റെ അറസിന്റെ മുകളിലൂടെ പച്ചക്കുപ്പയ്ക്ക് ചുറ്റമ്പലം കെട്ടി നിൽക്കുന്ന പച്ചപ്പറവകളെ പോലെ നാളെ ആ ലോകത്തെനിക്ക് പാറിക്കളിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സ്വപ്നം എനിക്കില്ല നബിയേ.
എന്ന് പറഞ്ഞ മഹാനായ ഉബൈദ റളിയല്ലാഹു തആല ചരിത്രത്തിന്റെ രക്തസാക്ഷിയാ. ആ അവസ്ഥയാണ് ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ വളരെ മനോഹരമായ ഭാഷയിൽ പറഞ്ഞു വിട്ടത്. നെഞ്ചേ കളം വിട്ട് പിരിന്തോനാണേ വെളിവർ ഷഹീദാമോ അനാപ്പനു മോനെ പൊൻചമ്പകപ്പൂ ചുണ്ടനക്കി ഉമ്മി പോറ്റി ഹസരാലെ യബീനമ്മീ. മഹാനായ മോയിൻകുട്ടി വൈദ്യർ ബദർ യുദ്ധ ചരിത്ര പാട്ടിൽ പറയുന്നുണ്ട്, നെഞ്ചേ കളം വിട്ട് പിരിന്തോനാണേ. ഉബൈദ റളിയല്ലാഹു തആല മുത്തുനബിയുടെ മടിത്തട്ടിൽ വെച്ച് ചോദിച്ച ചോദ്യമാ, ഈ നെഞ്ചക്കളത്തിൽ യുദ്ധക്കളത്തിൽ നിന്ന് വിട്ടിട്ട് ഞാൻ പിരിഞ്ഞു വന്നവനാണ്, വെളിവരെ ഷഹീദാമോ അനാപ്പനു മോനെ, എനിക്കൊരു ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമോ എന്ന് ഉബൈദ റളിയല്ലാഹു തആല മുത്തുനബിയുടെ റിസാലത്തിന്റെ മടിത്തട്ടിൽ കെട്ടിട്ട് ഉദരത്ത് ശരീഫിൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിൽ വെച്ച ചോദ്യമാണ് മോയിൻകുട്ടി വൈദ്യർ പദ്യമാക്കിയത്. അല്ലാഹു നമുക്ക് രക്തസാക്ഷിയാവാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, പേടിയാ. അല്ലാഹു രക്തസാക്ഷിയാവാൻ തൗഫീക്ക് നൽകട്ടെ.